വിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ അവസാനത്തെ പത്തിലേക്ക് ഇന്ന് മഗ്‌രിബോടുകൂടി നാം പ്രവേശിക്കുകയാണ്. റമളാനിന്റെ എല്ലാ ദിവസങ്ങൾക്കും വലിയ പുണ്യമാണുള്ളത്, വലിയ മഹത്വമാണുള്ളത്. എങ്കിലും റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ പ്രത്യേകമായ ശ്രദ്ധയാകർഷിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ട പ്രത്യേകമായ ചില കർമ്മങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഷ്ഠിച്ചതും പ്രവാചകനാൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടതുമായ കർമ്മങ്ങളാണത്. ഒന്നാമത്തേത് ഇഅ്തികാഫ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്തു മദീനയിലെത്തിയതിനു ശേഷം തന്റെ മരണം വരെ എല്ലാ വർഷവും റമളാനിന്റെ അവസാനത്തെ മുഴുവൻ ദിവസങ്ങളിലും മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവുമായി കൂടുതൽ അടുപ്പമുണ്ടാകുന്ന ഒരു സമയമാണ് ഇഅ്തികാഫിന്റെ സമയം. കാരണം മറ്റുള്ള ഭൗതികമായ വ്യവഹാരങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഹൃദയത്തെ അറുത്തു മുറിച്ചു മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലേക്കും അള്ളാഹുവിന്റെ ഫിക്റിലേക്കും ഹൃദയത്തെ പൂർണ്ണമായും തിരിച്ചുവിടുന്ന മഹത്തരമായ ഒരു കർമ്മമാണ് ഇഅ്തികാഫ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ എല്ലാ ദിവസവും പള്ളിയിൽ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. റമളാനിന്റെ അവസാന സമയത്തേക്ക് പ്രവേശിക്കാൻ പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇഅ്തികാഫ് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. കഴിയുന്ന ആളുകളൊക്കെ അത് ഉപയോഗപ്പെടുത്തേണ്ടതുമാണ്. രണ്ടാമത്തേത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക എന്നുള്ള കർമ്മമാണ്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ചുരുങ്ങിയ കാലം ജീവിക്കുന്ന സമുദായമാണ് മുഹമ്മദീയ സമുദായം. മുൻഗാമികളായ സമുദായക്കാർക്കെല്ലാം ധാരാളം കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ. 700, 800, 900, 1000ന്റെ മുകളിലേക്കൊക്കെ ആയുസ് നീട്ടപ്പെട്ടവരായിരുന്നു മുൻഗാമികളായ ആളുകൾ. എന്നാൽ ഓരോ പ്രവാചകന്മാരെ കടന്നു വന്നതിന് ശേഷം കാലം മുന്നോട്ട് പോകുന്തോറും ഈ സമുദായത്തിന്റെ ആയുസ് ചുരുങ്ങി. അത് 60, 70, 80, 90. ചില ആളുകൾ മാത്രമാണ് സെഞ്ചുറി അടിക്കുക. സെഞ്ചുറി അടിച്ചാൽ തന്നെ വലിയൊരു മഹത്വവും ബഹുമാനവും ഒക്കെ ആ നാട്ടിൽ കിട്ടും. പരമാവധി 60, 70ന്റെ ഇടയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ പ്രായം എന്നുള്ളത് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അപ്പൊ ചുരുങ്ങിയ കാലം ജീവിക്കുന്ന മുഹമ്മദീയ സമുദായത്തിന് കൂടുതൽ പുണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദ്ർ. ഏകദേശം 83 വർഷം തുടർച്ചയായി ഇബാദത്ത് അനുഷ്ഠിക്കുന്നതിന്റെ പ്രതിഫലമാണ് ഒറ്റ രാത്രി കൊണ്ടൊരു വിശ്വാസിക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി. നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. എപ്പോൾ? റമളാനിന്റെ അവസാനത്തെ ഒറ്റ രാവുകളിൽ. ഇന്നത്തെ രാവ് 21-ാം രാവാണ്. 23, 25, 27, 29 ഈ ദിവസങ്ങളിലൊക്കെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങളാണ്. പ്രതീക്ഷ എന്ന് പറയുന്നത് വെറുതെ മാനത്തേക്ക് നോക്കിയിരിക്കലല്ല. ആ രാത്രികളിൽ കൂടുതലായി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ രാത്രിയുടെ പുണ്യത്തിനർഹരാവാൻ പരിശ്രമിക്കലാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. 2. മൂന്നാമത്തേത് ഈ സമയങ്ങളിൽ ധാരാളമായി ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രത്യേകമായ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം യാ റഹീം യാ അല്ലാഹ്. ഇതാണ് സാധാരണയായി നമ്മൾ ചൊല്ലാറുള്ളത്. എന്നാൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി ഇത്രയും വരെയെങ്കിലും ചൊല്ലിയിരിക്കണമെന്നാണ്. അപ്പൊ ഈ ഒരു ദുആ ധാരാളമായി
വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് റമദാനിന്റെ അവസാനത്തെ 10 ദിവസം എന്നുള്ളത്. നാലാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. റമദാനിന്റെ അവസാന സമയത്ത് ഖുർആൻ പാരായണത്തിനും ഖുർആൻ പഠനത്തിനും വലിയ പ്രാധാന്യമുള്ള സമയമാണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമദാനിലെ എല്ലാ രാത്രികളിലും പ്രവാചകനുമായി കൂടിക്കാഴ്ച നടത്താറുണ്ടായിരുന്നു. എന്തിനാണ്? ജിബ്രീൽ വന്നിട്ട് നബിതങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കും. നബിതങ്ങള് ജിബ്രീലും തിരിച്ചും മറിച്ചും ഖുർആൻ പാരായണം ചെയ്യും. അവർ പരസ്പരം ഖുർആൻ ഓതി കേൾപ്പിക്കുന്ന ഒരു രീതി റമദാനിലെ എല്ലാ രാത്രികളിലും, പ്രത്യേകിച്ച് റമദാനിന്റെ അവസാനത്തെ രാത്രികളിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ റമദാനിന്റെ അവസാന സമയങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടവരാണ്. പ്രത്യേകിച്ച് റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഖത്തമെങ്കിലും തീർക്കാൻ നമുക്ക് കഴിയണം. ഓരോ 10ലും ഓരോ ഖത്തം തീർത്താൽ അത് വലിയൊരു കാര്യമാണ്, പ്രത്യേകിച്ച് റമദാനിന്റെ അവസാന സമയങ്ങളിൽ. 4. അഞ്ചാമത്തേത് നമ്മുടെ രാത്രി നമസ്കാരമാണ്. തഹജ്ജുദ്, തറാവീഹ് പോലെയുള്ള നമസ്കാരം. ആ നമസ്കാരങ്ങൾ ഊന്നൽ കൊടുക്കുക. തറാവീഹ് മുടക്കാനേ പാടുള്ളതല്ല. കാരണം റമദാനിൽ മാത്രമുള്ള പ്രത്യേകമായൊരു നമസ്കാരമാണ് തറാവീഹ് നമസ്കാരം. നബിതങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഈമാനോടുകൂടിയും ശരിയായ വിശ്വാസത്തോടുകൂടിയും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും രാത്രിയിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ തറാവീഹ് ഏത് തിരക്കാണെങ്കിലും ആ തിരക്കുകൾക്കിടയിൽ തറാവീഹ് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ സമയം കണ്ടെത്തുക. അതിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും തറാവീഹ് നിർവഹിക്കാൻ പ്രത്യേകമായി താല്പര്യം കാണിക്കുക. 5. അവസാനമായി ഈ 10 ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സക്കാത്തിന്റെ അർഹരായ ആളുകൾ, വർഷവും മുമ്പ് പറയപ്പെട്ട അളവും പൂർത്തിയായിട്ടുള്ള ആളുകൾ, സക്കാത്ത് നിർബന്ധമായ ആളുകൾ ആ സക്കാത്ത് കൊടുക്കാൻ താല്പര്യം കാണിക്കുകയും സക്കാത്തിന് പുറമെ സാധാ രീതിയിലുള്ള സുന്നത്തായ സ്വതക്കകൾ ധാരാളമായി നിർവഹിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യേണ്ട സമയമാണ് റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിലെ അവസാനത്തെ ദിവസങ്ങളിൽ ധാരാളമായി സ്വതക്ക ചെയ്യാറുണ്ടായിരുന്നു. എത്രത്തോളം എന്നാൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിൽ പ്രവാചകൻ ദാനം ചെയ്യാറുണ്ടായിരുന്നു എന്ന ഹദീസിൽ കാണാം. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിൽ, ഹദീസിൽ അങ്ങനെയാണ് നബിതങ്ങളെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് ഉടൻ തന്നെ ദാനം ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം ഉദാരനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിലെ അവസാന സമയങ്ങളിൽ. അപ്പൊ ഈ പറയപ്പെട്ട വിഷയങ്ങൾ, ഇഅ്തികാഫിന്റെ വിഷയം, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന വിഷയം, പിന്നെ ധാരാളമായി പ്രാർത്ഥനകൾ ചൊല്ലുന്ന കാര്യം, പിന്നെ ഖുർആനുമായി ബന്ധമുണ്ടാക്കുന്ന വിഷയം, ദാനധർമ്മങ്ങൾ ധാരാളമായി നിർവഹിക്കുന്ന കാര്യം, പിന്നെ രാത്രിയിലുള്ള തറാവീഹ് പോലെയുള്ള ആ നമസ്കാരങ്ങൾ താല്പര്യത്തോടുകൂടി, മടിയോടുകൂടിയല്ല. ഇതെപ്പോഴാണ് തീരുക? ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും നാം ക്ലോക്കിലേക്ക് നോക്കും. 9:30 ആയോ? സമയം കൂടിപ്പോയിട്ടുണ്ടോ? 5 മിനിറ്റ് കൂടിയോ? കല്യാണത്തിന് ആ കല്യാണ ഹാളിന്റെ മുമ്പിൽ പോയിരുന്നാൽ നമുക്കുണ്ടാവാത്ത ഒരു അസ്വസ്ഥത. അപ്പൊ നമുക്ക് ആ ഷട്ടർ പൊക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ആ അസ്വസ്ഥത ഉണ്ടാവുകയില്ല. മണിക്കൂറുകളോളം നമ്മൾ കാത്തിരിക്കും. പക്ഷെ തറാവീഹിന്റെ 5 മിനിറ്റ് കൂടിപ്പോയാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത. അങ്ങനെയല്ല തറാവീഹ് നമസ്കരിക്കേണ്ടത്. അല്ലദീന ഖാമു ഇലസ്വലാത്തി ഖാമു കുസാല. ഖുർആൻ പറഞ്ഞു, ചില ആളുകളുണ്ട് അവർ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ മടിയന്മാരായിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുക. കുസാല. എപ്പോഴാണ് തീരുക? നീണ്ടുപോകുമോ? 10 മണി കഴിയോ? ഇതൊക്കെ ഈ ചിന്തയോടുകൂടി നിൽക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർ മുനാഫിക്കീങ്ങളാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു മടുപ്പ് നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ ഉള്ളിൽ
നിഫാക്ക് കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഒരാളുടെ ഹൃദയത്തിൽ നിഫാക്ക് ഉണ്ടായാൽ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്നവരാണ് മുനാഫിഖീങ്ങൾ. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റമളാനിന്റെ അവസാനത്തെ ദിവസങ്ങളാണ്. അതുകൊണ്ട് ആ തറാവീഹ് പോലെയുള്ള നമസ്കാരത്തെ ആസ്വദിച്ച് നിർവഹിക്കാൻ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണ വസ്തു കിട്ടിയാൽ, ഒരു നല്ല മന്തി കിട്ടിയാൽ നമ്മൾ ആസ്വദിച്ച് കഴിക്കും അല്ലെ? അതിനുവേണ്ടി എത്ര മണിക്കൂറാണേലും നമ്മൾ ഉപയോഗിക്കും. അതുപോലെ നമസ്കാരവും ഇഷ്ടപ്പെട്ട ആഹാരം പോലെ ആസ്വദിച്ച് കഴിക്കുന്നത് പോലെ ആ നമസ്കാരവും ആസ്വദിച്ച് നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ട സമയങ്ങളാണ് ഇനിയുള്ള റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്താൻ ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.